നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരുന്നു. വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് നിശ്ചിത തുക പിഴ അടച്ച് രാജ്യത്ത് തുടരുകയോ പിഴ അടയ്ക്കാതെ രാജ്യം വിടുകയോ ചെയ്യുന്നതിനുള്ള അവസരം നൽകിയ പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതോടുകൂടി അനധികൃത പ്രവാസികളെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ഊർജിതമാക്കി. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് അനധികൃത താമസക്കാരെയാണ് പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തത്. ഇവരെ നിയമപരമായ നടപടികൾക്ക് ശേഷം നാടുകടത്തുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. ഇവർക്ക് വീണ്ടും കുവൈറ്റിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. വിലക്കോടുകൂടിയായിരിക്കും നാട് കടത്തുക. ഇതുകൂടാതെ കുവൈറ്റിലെ എല്ലാ ഗവർണറേറ്റുകളിലും കർശന ട്രാഫിക് പരിശോധന ക്യാമ്പയിനുകൾ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് തുടരുകയാണ്. പരിശോധനകളിൽ കഴിഞ്ഞയാഴ്ച 34,245 ട്രാഫിക് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 35 പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ പ്രോസിക്യൂഷൻ റഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 217 വാഹനങ്ങളും 28 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. 24 വ്യക്തികളെ കസ്റ്റഡിയിലെടുത്തു. ജുഡീഷ്യറി വാർഡ് ലിസ്റ്റിലുള്ള 35 വാഹനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നിയമപരമായ കേസുകളുമായി ബന്ധപ്പെട്ട് തിരയുന്ന 29 പേരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയ 7 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 979 വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ഗവർണറേറ്റുകളിലും നടത്തുന്ന സമഗ്ര സുരക്ഷാ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഈ സാൽമിയയിലും പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹിന്റെ സാന്നിധ്യത്തിലും നേരിട്ടുള്ള മേൽനോട്ടത്തിലും സാൽമിയയിൽ കഴിഞ്ഞ ആഴ്ചയും സുരക്ഷാ പരിശോധനകൾ നടന്നിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകൾക്ക് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽ ഗുദ, പ്രത്യേക സുരക്ഷാ കാര്യങ്ങളുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള സഫ തുടങ്ങിയവരെയാണ് നേതൃത്വം നൽകിയത്. വീടുകൾക്കകത്തും മറ്റും പരിശോധന നടത്തുന്നതിനായി വനിതാ പോലീസുകാരും പരിശോധന സംഘത്തിലുള്ളതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാത്രി നടത്തിയ പരിശോധനകളിൽ 2763 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി ടിക്കറ്റുകൾ നൽകി. 30 പുരുഷന്മാരും 28 സ്ത്രീകളും ഉൾപ്പെടെ 58 പേരെ അറസ്റ്റ് ചെയ്യുകയും 10 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നു. ഇവരിൽ പലരും വിവിധ കേസുകളിൽ മറ്റും പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചു താമസിക്കുന്നവരായിരുന്നു. അതേസമയം ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പണം നൽകണമെന്ന വ്യാജ സന്ദേശങ്ങൾക്കും വ്യാജ വെബ്സൈറ്റുകൾക്കുമെതിരെ മുന്നറിയിപ്പുമായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മന്ത്രാലയം മുഖേനയോ സഹേൽ ആപ്പ് വഴിയോ മാത്രമേ പണമിടപാടുകൾ നടത്താനാവൂവെന്നും മറ്റും ഒരു തരത്തിലുമുള്ള പണമിടപാടുകൾ നടത്തരുതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇത്തരത്തിൽ മന്ത്രാലയം ഒരിക്കലും ഈ ടെക്സ്റ്റ് മെസ്സേജ് മുഖേന ഈ ഫൈൻ അറിയിപ്പുകൾ അയക്കുകയില്ല. അഥവാ ഇത്തരം സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായി നിങ്ങൾക്ക് ലഭിച്ചാൽ അയച്ചയാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുകയും സഹേൽ ആപ്പിലെ അമാൻ സർവീസ് മുഖേന റിപ്പോർട്ട് ചെയ്യുകയും വേണം. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് അവഗണിക്കരുത്. പൊതുജനങ്ങൾ എല്ലാവരും മുന്നറിയിപ്പിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർത്തു.